ഹല്ലേലൂയ. സങ്കീർത്തനക്കാരന് ഒരാളെയല്ല വിളിക്കുന്നത്, വരുവീൻ. ഒരുമിച്ച് എല്ലാവരുടെ ചേർത്ത് വിളിക്കുകയാണ്, വരുവീൻ. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യണം? മൗനമായിരിക്കുവാനല്ല, നാം എന്ത് ചെയ്യണം? യഹോവയ്ക്ക്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഘോഷം പോരായല്ലോ. എല്ലാവരും സഹോദരന്മാർ ഒരുമിച്ചൊന്ന് പറഞ്ഞേ, വരുവീൻ നാം യഹോവയ്ക്ക് ഘോഷിച്ച്. ഹല്ലേലൂയ. മൗനമായിരിക്കുവാനല്ല, ഘോഷിച്ച് ആനന്ദിപ്പാൻ, സന്തോഷിപ്പാനിടയായിത്തീരണം. അതുമാത്രമല്ല, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് എന്ത് ചെയ്യണം? ആർപ്പിടുവാനിടയായി തീരണം. ആർപ്പിൻ്റെ ധ്വനി, ഹല്ലേലൂയ, തോറ്റിടത്തല്ല കേൾക്കുന്നത്, ജയിക്കുന്നിടത്താണ് ആർപ്പിൻ്റെ ധ്വനി കേൾക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ കാൽവരി ക്രൂശിന്മേൽ സാത്താൻ്റെ തലയെ തകർക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ദൈവമക്കളായ നമ്മളൊത്ത് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ആർപ്പിടുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കൊയ്ത്ത് കാലത്ത് ആർപ്പിൻ്റെ പാട്ടുകൾ പാടാറുണ്ട്, അതിനെ സ്തുതിക്കാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും ഒരു കൊയ്ത്ത് നടക്കേണ്ട കാലമായെന്ന്. ഇന്ന് പൽക്കാലം ദൈവമക്കൾ ഈ ബാസാപ്പിൽ കടന്നു വന്നത് മൗനമായിരിക്കുവാനല്ല, അന്ധകാര ശക്തിയുടെ മേൽ, പിശാചിന്റെ മേൽ ഒരാർപ്പിന്റെ ധ്വനി ഉയർത്തുമ്പോൾ അന്ധകാര ശക്തികൾ ദേശം വിട്ട് മാറുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വന്നിട്ട് മൗനമായി മൂകമായി ഇരിക്കുവാനല്ല, വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? അല്ലെങ്കിൽ ആർപ്പിന്റെ ധ്വനി ഉയരുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരാളെ ഒറ്റയ്ക്കല്ല, വരുവീൻ നാം യഹോവയ്ക്ക് ഘോഷിച്ച് ഉല്ലസിക്കുക. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ്? നമ്മൾ രക്ഷയുടെ പാറയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പാറയെപ്പറ്റി ഹല്ലേലൂയ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ആ പാറയെപ്പറ്റി കാണുവാനിടയായിത്തീരും. പഴയ നിയമത്തിൽ മോശ ഹല്ലേലൂയ കടന്നു വന്നപ്പോൾ അവർക്ക് വെള്ളമില്ലാതിരുന്നപ്പോൾ ഹല്ലേലൂയ അതിൽ നിന്ന് വെള്ളം പുറപ്പെടുവാനിടയായിത്തീരുന്നു. അടിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം പുറപ്പെട്ടു. ഇവിടെ നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എന്താണ് ചോദിച്ചത്? അവര് അനുഗമിച്ചത് അതാണ് സാധാരണ പാറയല്ല, ഒരു ആത്മീക പാറയാണ്. ഇന്ന് പലകാലം നമ്മൾ കുടിക്കുന്നത് ഒരു ആത്മീക പാറയിൽ നിന്നാണ്. അത് ചൈതന്യമുണ്ടാകുവാൻ, ബലമുണ്ടാകുവാൻ, നിങ്ങളുടെ അകത്തെ മനുഷ്യന് മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാനുള്ള ജീവശക്തി ലഭിക്കുന്നത് പുറമേയുള്ള ആഹാരമോ ഫുഡ് കൊണ്ട് മാത്രമല്ല. ആത്മീക മനുഷ്യനെ ബലപ്പെടുത്തണമെങ്കിൽ ഈ ആത്മീക പാറയിൽ നിന്ന് അറിയാമോ? കുടിക്കുവാനിടയായി തീരണം. 1-2 ദിവസമല്ല, വേണ്ടുമ്പോളം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പാറയിൽ എത്രത്തോളം ആകാംക്ഷയോട് ആഗ്രഹത്തോടെ ആയിരിക്കുന്നുണ്ടോ അത്രത്തോളം കുടിക്കുവാനിടയായി തീരും. അടുത്തെന്താ എഴുതിയിരിക്കുന്നു നോക്കാം. ആ പാറയല്ലോ, ആ പാറ ക്രിസ്തു ആയിരുന്നു. ആ പാറ ആരായിരുന്നു? യേശു ക്രിസ്തു ആകുന്ന പാറയായിരുന്നു. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു ആകുന്ന പാറയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വേണ്ടുവോളം ജലം കുടിക്കുവാനുണ്ട്. ആത്മീക ജലമുള്ളതാണ്. ഹല്ലേലൂയ. അത് നമ്മളെ ബലപ്പെടുത്തി സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ കുഞ്ഞാട് തുള്ളിച്ചാടുന്നത് പോലെ ദൈവസ്ഥലിൽ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരും. ആ വാക്ക് അതോട്ട് വായിച്ചേ. ആ പാറ ക്രിസ്തുവായിരുന്നു, എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തട്ടിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായ ദൈവത്തെ സേവിക്കാതെ, ദൈവത്തിന് വഴിയിലൂടെ കടന്നു വരാതെ, ലോകപ്രകാരം പോയത് മുഖാന്തരം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കാതിരുന്ന മുഖാന്തരം അറിയാമോ? ദൈവം അവരെന്ത് ചെയ്യില്ല? പ്രസാദിക്കുവാനിടയായി തീർന്നില്ല. അതുകൊണ്ട് നമ്മൾ ദൈവസനിൽ കടന്നു വരുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന ദൈവസനിൽ കഴിക്കുവാൻ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുത്തു കഴിയുമ്പോൾ ദൈവം നമ്മളെ ആരാധന പ്രസാദിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 2-ാമത്തെ വാക്യം സങ്കീർത്തനം 95:2 നമുക്ക് കടന്നു വരാം. എങ്ങനെ നമ്മൾ ദൈവസനിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുകയാണ്. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ആരാധന കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എന്തുകൊണ്ടെന്നറിയാമോ? സ്തുതി സ്തോത്രങ്ങൾ ഉയരുവാനിടയായി തീരണം. പഴയ നിയമകാലത്ത് മൃഗങ്ങളെ കൊണ്ടുവന്ന് ആരാധന കഴിച്ച് അതിനുമേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീരും. പുതിയ കാലത്ത് അങ്ങനല്ല. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ തന്നെ യാഗമായി സമർപ്പിക്കണം. അതിനുശേഷം അറിയാമോ? സ്തുതി സ്തോത്രങ്ങൾ കടന്നു വരുവാനിടയായി തീരണം. അതിനുമേലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യുന്നറിയാമോ? ഇറങ്ങി വരുവാനിടയായി തീരുന്നത്. അവൻ്റെ സന്നിധിയിൽ കടന്നു വരുമെന്നറിയാമോ? സങ്കീർത്തനങ്ങളോടെ ഘോഷിച്ച് ഉല്ലസിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ പാട്ടുകൾ പോലെയാണ് എഴുതിയിരിക്കുന്നത്, ഗാനങ്ങൾ പോലെയാണ് എഴുതിയിരിക്കുന്നത്. അത് പാടി ദൈവസന്നിധിയിൽ ആനന്ദിപ്പാൻ ഇടയായി തീരണം. ഓരോ വാക്കുകളും എത്ര അർത്ഥമായിട്ടുള്ള കാര്യമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപേ അനേക സങ്കീർത്തനം, അനേക ഭാഗങ്ങൾ നൂറ്റാണ്ട് മുമ്പ് എഴുതിയതാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത് വായിക്കുമ്പോൾ അത് ബലമായി തീരുന്നുവെങ്കിൽ ഈ വചനത്തിൻ്റെ ആഴം എത്രയോ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം.
യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആഴം നീളവും വീതി എന്തുമാത്രം മനസ്സിലായി കഴിഞ്ഞാൽ ആ ദൈവത്തെ മുൻപാകെ ആരാധിപ്പാനിടയായിത്തീരും. സ്വർഗം അവൻ്റെ സിംഹാസനമാണ്, ഭൂമി അവൻ്റെ പാദപീഠമാണ്. അത്രത്തോളം വലുപ്പമുള്ളൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. നമുക്ക് ഇമാജിനേഷൻ ചെയ്യുവാൻ കഴിയത്തില്ല നമ്മുടെ ദൈവത്തിൻ്റെ വലുപ്പം എന്തുമാത്രമുണ്ടെന്ന്. നമ്മുടെ ചിന്ത നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ ദൈവമാണ്. മറ്റൊരു ദൈവത്തോട് തുലനം ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവം മാത്രമായ കർത്താവാണ്. ഹല്ലേലൂയ. അവനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ മുഖം, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ സൂര്യൻ്റെ ശോഭയ്ക്കുള്ള മുഖമുള്ളതാണ്. അവൻ്റെ കാല് വെള്ളോടിന് സദൃശ്യമായ കാലുള്ളതാണ്. മാറത്ത് പൊൻകച്ച് കെട്ടിയ കർത്താവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പത്മോസിന്റെ ദ്വീപിൽ ഏകനായി കിടക്കുന്ന യോഹന്നാനെ, ഹല്ലേലൂയ, ആത്മദിവസത്തിൽ അവനെ ഒക്കിയെടുത്തുകൊണ്ട് പോയിട്ട് മൂന്നാം സ്വർഗത്തിലേക്ക് കടന്നു എന്നിട്ട് ആ ഹല്ലേലൂയ തേജോമനായ ദൈവത്തിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം വർണ്ണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ലോക മനുഷ്യരുണ്ടാക്കിയത് കൈവേല കൊണ്ടുണ്ടാക്കിയ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത പറയുന്നത് അവൻ മഹാദൈവമല്ലോ. ഹല്ലേലൂയ. മറ്റു ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഹല്ലേലൂയ. മറ്റനേക ദേവന്മാർ ഈ ലോകത്തിലുണ്ട്. ഹിന്ദുക്കൾക്ക് 330 കോടി ദൈവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവം അല്ലെങ്കിൽ വേറെ ദൈവമുണ്ട്. എന്നാൽ നമുക്ക് സാക്ഷാൽ ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ. ആ ദൈവത്തോട് തുലനം ചെയ്യുവാൻ ആരുമില്ല. ആ ദൈവത്തെ പറ്റി പറയുന്നത് അവൻ ഹല്ലേലൂയ ദേവന്മാനാണ്. അവൻ മഹാരാജാവാണ്. രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അവനെ ഞാൻ ആരാധിക്കുന്നത്. എൻ്റെ 6ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അല്പമായി നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഹൗ ഷുഡ് വി വർഷിപ്പ് ദ ഗോഡ്. എങ്ങനെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനക്കാരൻ കടന്നു വന്നിട്ട് ഇവിടെ ആരാധന കഴിക്കുന്ന എങ്ങനെ അറിയാമോ? ഇവിടെയും പറയുന്നത് വരുവീൻ. നാം എന്ത് ചെയ്യണം? ഒന്നാമത് കടന്നു വരുമ്പോൾ അവനെ വണങ്ങി ബൗ ചെയ്ത് അവനെ ആരാധിക്കണം, വണങ്ങി നമസ്കരിക്കണം. ഹല്ലേലൂയ. പല വേദഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവനെ സാഷ്ടാംഗ പ്രണാമം ചെയ്യണം. ഹല്ലേലൂയ. അവനെ വീണ് കിടന്ന് ആരാധിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിലെ 8 അവയവങ്ങൾ ഒരുമിച്ച്, ഹല്ലേലൂയ, നമ്മൾ വീണ് കിടക്കുമ്പോൾ, താഴെ വീണ് കിടക്കുമ്പോൾ ഭൂമിയോട് അത്, ഹല്ലേലൂയ, ബന്ധപ്പെട്ട് കിടക്കുവാൻ ഇടയായി തീരും. അതിനുശേഷം നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുന്നതാണ്, ഹല്ലേലൂയ, വണങ്ങി വീണ് നമസ്കരിക്കുന്നത്. പലയിടത്തും ആരാധന നമുക്ക് കാണുവാനിടയായി തീരും. നമുക്ക് ആരാധന നോക്കാം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യോശുവ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എങ്ങനെ ദൈവത്തെ ആരാധിച്ചെന്ന്. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരാൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ട് യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇവിടെ കാണുവാനിടയായി തീർന്നത് യോശുവ, ഹല്ലേലൂയ, സ്തോത്രം, നിൽക്കുമ്പോഴെന്ന് അറിയാമോ, ഹല്ലേലൂയ, ഒരാൾ നിൽക്കുന്നത് കാണുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത് എന്ന് ചോദിക്കുകയാണ്, നീ എൻ്റെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? ഹല്ലേലൂയ. പറയുമ്പോൾ പറയാണ്, ഇത് രണ്ടിൻ്റെ പക്ഷത്തുള്ളതല്ല, ഞാൻ എവിടെയാണ് എന്ന് പറഞ്ഞ്, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനായി ഞാൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നമുക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത മേഖലയിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ആരെന്നറിയാമോ? സൈന്യവനായ കർത്താവ് യുദ്ധസേനയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വാളുകൊണ്ടോ പരിചയം കൊണ്ടോ അവനെ തകർക്കുവാനോ പറ്റത്തില്ല. അവൻ സൈന്യങ്ങളുടെ കർത്താവാണ്, രാജാതി രാജാവാണ്. ഹല്ലേലൂയ. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ യോശുവയ്ക്ക്, ഹല്ലേലൂയ, അടങ്ങിയിരിക്കുവാൻ പറ്റിയില്ല. അതിന് മുൻപാകെ എന്നറിയാമോ, സാഷ്ടാംഗം വീഴുവാനിടയായി തീർന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ്, എൻ്റെ കയ്യിലുള്ള വാളോ പരിചയോ, അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ മാറ്റി വെച്ചിട്ട് അതിന് മുൻപ് സാഷ്ടാംഗം വീണ് ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും നമുക്ക് കാണുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ആരാധനയിൽ കടന്നു വരുമ്പോൾ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. നീ നിൽക്കുന്ന സ്ഥലം എന്താണ്? വിശുദ്ധമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ദൈവസ്ഥലം വിശുദ്ധമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മോശെ അടുത്ത് ചെന്നപ്പോൾ, ഹല്ലേലൂയ, മുൾപടർപ്പ് കത്തുന്നുണ്ടായിരുന്നു. ആ സമയത്തും പറഞ്ഞു, നിന്റെ കാലിലെ
ചെരുപ്പ് അഴിച്ചു കളയുക. എന്ന് കാണുന്നറിയാമോ, ആരാധന കടന്നു വരുമ്പോൾ അശുദ്ധിയായി അല്ലെ ആരാധനയ്ക്ക് യോഗ്യമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ അഴിച്ചു മാറ്റി വെച്ചിട്ട് വേണം ആരാധന കടന്നു വരുവാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനയിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരത്തുള്ളൂ. ഇല്ല എങ്കിൽ വാഗൊണ്ട് നമുക്ക് അലയ്ക്കാം, സൗണ്ട് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ദൈവം പ്രസാദിക്കുന്ന ആരാധന കടന്നു വരുമ്പോൾ നമ്മുടെ കുറവുകളെ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് ഹല്ലേലൂയ അതിന് ഒന്നിനോട് ഒന്നായി ഗുഡ് ബൈ പറയുമ്പോൾ മാത്രമേ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യോശുവ എടുത്ത് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധമായ സ്ഥലമാണ് എന്ന് വെച്ചാൽ ദൈവത്തോടെ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ്, നിന്റെ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റിക്കൊണ്ടുവരിക. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീരും. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ച്. വിദ്വാൻമാർ കടന്നു വന്നിട്ട് യേശു കുഞ്ഞിനെ കാണുവാൻ കടന്നു വന്നിട്ട് അവർ വെറുതെ ഇരുന്നില്ല. സാധാരണ രാജാക്കന്മാരെ കണ്ടതുപോലെയല്ല അവൻ കണ്ടത്. എന്നറിയാമോ, ഹല്ലേലൂയ, വീണ് അവൻ്റെ മുൻപാകെ ഹല്ലേലൂയ നമസ്കരിപ്പാനിടയായി തീർന്നു. പൽക്കാലം നമസ്കരിക്കുവാൻ ആരാധനയ്ക്ക് യോഗ്യനായ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ, യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ആ ദൈവത്തെ ആരാധിക്കുന്നത് സ്തുതിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബലമായി തീരട്ടെ. ഹല്ലേലൂയ. വിദ്വാൻമാർ കിഴക്കുന്ന ദൂര സ്ഥലത്ത് നിന്ന് അവർ സഞ്ചരിച്ച് ഹല്ലേലൂയ നക്ഷത്രം കണ്ടതുകൊണ്ട് സന്തോഷിച്ച് അവർ കടന്നു വന്ന് ആ നക്ഷത്രം നിന്ന കുടിലിൻ്റെ മേളിൽ നിന്നിട്ട് അവർ വെറുതെ ഇരുന്നില്ല. അവർ കാണേണ്ടിയ രാജാവിനെ, യുവങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ അവരെ കാണുവാനുള്ള കണ്ണ് അവർക്ക് തുറക്കുവാനിടയായി തീർന്നു. അന്നുള്ള വിദ്വാൻമാർക്കോ ഹല്ലേലൂയ രാജാക്കന്മാർക്കോ മന്ത്രിമാർക്കോ കാണാൻ കഴിയാത്ത ഒരു കുഞ്ഞു ശിശു ഹല്ലേലൂയ ആ പട്ടണത്തിൽ ജനിച്ചിരിക്കുകയാണ്. മറ്റാർക്കും അറിയാത്ത ഒരു ആത്മീക സന്തോഷം ഹല്ലേലൂയ ദൂതന്മാർ തട്ടി ഉണർത്തി ഹല്ലേലൂയയുടെ ആട്ടിടയന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. കൃപയാൽ ഹല്ലേലൂയ ഈ ദേശത്ത് അനേക പണക്കാർ, സമ്പന്നന്മാർ, ഉന്നതന്മാരൊക്കെ ഉണ്ടെങ്കിലും അവർക്കാർക്ക് ലഭിക്കാത്തൊരു സന്തോഷവും സമാധാനം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സാക്ഷാൽ യേശുവിനെ കണ്ട് മനസ്സിലാക്കുവാൻ, അവൻ്റെ മുഖം കാണുവാൻ, അവനെ സ്തുതിക്കുവാൻ, ആരാധിക്കാനുള്ള ആ പ്രിവിലേജ് തന്ന കൃപയ്ക്കായി എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാകത്തില്ല. ഇവിടെ വായിക്കുന്നത് വീണവനെ നമസ്കരിച്ചിട്ട് അല്ലെന്നറിയാമോ നിക്ഷേപ പാത്രങ്ങളെ തുറക്കുവാനിടയായി തീർന്നു. അതുവരെയും അടഞ്ഞിരുന്ന നിക്ഷേപമായി അവർ കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാമോ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് കാഴ്ചവെക്കുവാനിടയായി തീർന്നു. പലകാലം നമ്മുടെ മുൻപാകെ ദൈവത്തിന് മുൻപാകെ കാഴ്ചവെക്കുവാൻ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന് മുൻപാകെ എന്താണ് നമ്മൾ കൊടുക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്? നമ്മളെ തന്നെ കൊടുക്കുവാനിടയായി തീരണം, നമ്മളെ തന്നെ സമർപ്പിപ്പാനിടയായി തീരണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരും. ഇവിടെ വിദ്വാൻമാർ പൊന്ന്, മൂര്, കുന്തിരുക്കം എന്തൊക്കെ കൊണ്ടുവന്ന് ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ ആ കാഴ്ചവെക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് വെറുതെ പോകരുത്, ദൈവത്തിനു വേണ്ടി കൊടുക്കുവാൻ, ഹല്ലേലൂയ ആരാധിക്കുവാൻ. ഹല്ലേലൂയ ഇത്രത്തോളം ആയുസ്സും ബലവും ശക്തിയും കൃപയും തന്ന ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 5:13 കടന്നു വരുമ്പോൾ യോഹന്നാൻ കാണുവാനിടയായി തീർന്ന ആരാധന സ്വർഗത്തിലെ എങ്ങനെ നമുക്ക് നോക്കാം. 5:13 നോക്കാം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുന്നതെന്ന് അറിയാമോ, കുഞ്ഞാടിന് സ്തോത്രം ചെയ്ത് അവരെങ്ങനെയാണെന്നറിയാമോ ബഹുമാനത്തിനും മഹത്വത്തിനും ബലത്തിനും ഹല്ലേലൂയ സ്തോത്രം കൊടുക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഇവിടെ കാണുന്ന ആരാധന 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാരും എന്ത് ചെയ്തു? വെറുതെ ഇരിക്കുകയല്ല, നമ്മളിരിക്കുന്നത് പോലെ കസേരയിൽ വീണ് അവനെ നമസ്കരിക്കുകയാണ്. നമുക്കിവിടെ കടന്നു വന്നിട്ട് സ്തോത്രം എന്ന് പറയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടായിട്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ആരാധന കണ്ടു നോക്കിക്കേ. യോഹന്നാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നറിയാമോ, ആര് കുഞ്ഞാടിന് മുൻപാകെ നിൽക്കുന്നില്ല, അവന് വീണ് അവനെ ആരാധിക്കുകയാണ്, അവനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഹല്ലേലൂയ മുഴങ്കാലും അടക്കുവാനല്ല, വീണ് അവനെ നമസ്കരിക്കുവാൻ, അവനെ ആരാധിക്കുവാനിടയായി തീരണം. ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, ഇതുവരെ നിങ്ങളുടെ മുൻപിൽ തുറക്കാത്ത ഏതെങ്കിലും വഴികളുണ്ടെങ്കിൽ
വാതിലുണ്ടെങ്കിൽ ആ രാജാതി രാജാവ് കർത്താവിനെ മുൻപാകെ വീണ് അവനെ ഒന്ന് ആരാധിച്ച്, സാഷ്ടാംഗം വീണ് അവനെ ഒന്ന് ആരാധിച്ച്, കർത്താവേ ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവന് മുൻപാകെ വീണ് ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് പൂർണ്ണ മഹത്വത്തിന് യോഗ്യനായ കർത്താവുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുവാനിടയായി തീരും. ചിലത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനോട് പ്രവർത്തിക്കുവാൻ പറ്റത്തില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞ് സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധന മുൻപാ കുഞ്ഞാട് മഹത്വപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് 19:4 നമുക്കിവിടെ കാണുവാനിടയായി തീരും ഇതേ ആരാധന. വായിക്കാം. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണു നമസ്കരിച്ചു. ഇവിടെ എന്താണ് നേരത്തെ രണ്ടുപേര് കാണുന്നത്? ഇവിടെയാണ് 24 മൂപ്പന്മാർ. അവർ വെറുതെ ഇരിക്കുന്നില്ല. ഹല്ലേലൂയ. അവരെന്ന് പറയാമോ, ആമേൻ എന്ന് പറഞ്ഞ് ജീവികളും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവന് സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുൻപാകെ വീണ് അവനെ നമസ്കരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ആരാധിക്കുന്നത്? ആമേൻ എന്ന് പറഞ്ഞ് അവർ സ്തുതികൾക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇവിടെ നമുക്ക് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. സ്വർഗത്തിൽ ചെന്നാലും ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ആരാധന ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാനിടയായിത്തീരണം. അത് മറ്റാർക്ക് വിട്ടുകൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഇതാണ് എന്നെ കൊണ്ടുവന്നെന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവർ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തുടങ്ങി. ദൈവത്തിൻ്റെ കോപം കടന്നു വരുവാനിടയായി. മോശ കടന്നു വന്നിട്ട് എന്തറിയാമോ, അതിനെ അടിച്ച് പൊടിച്ച് ഹല്ലേലൂയ സ്തോത്രം വെള്ളത്തിലാക്കി അവർക്ക് കുടിക്കുവാൻ കൊടുത്തു. അവരൊക്കെ എന്തറിയാമോ, കനാൻ ദേശം കാണുവാനിടയായി തീർന്നില്ല. ഇന്ന് പൽക്കാലം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഹല്ലേലൂയ ഇന്ന് പൽക്കാലം കൊടുത്തിട്ട് ശേഷം മാത്രമേ നമ്മൾ മടങ്ങി കടന്നു പോകാവൂ. മടങ്ങി വരാം. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 6ാമത്തെ വായിക്കുന്നത്, വരുവീൻ നാം വണങ്ങി അവനെ നമസ്കരിക്കുക. വീണ് നമസ്കരിക്കുക. അടുത്ത കാണുന്നത് ആരെയാണ്? നമ്മുടെ ഹല്ലേലൂയ നെഞ്ചത്തോട്ട് കരങ്ങളെ വെച്ച് എന്നെ നിങ്ങളെയും നമ്മളെ നിർമ്മിച്ച അവൻ്റെ മുൻപാകെ എന്താ? മുട്ടുകുത്തുക. ഹല്ലേലൂയ. അത്രത്തോളം താണ് ഹല്ലേലൂയ വിണയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. അവൻ്റെ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒന്നുമില്ല. അവൻ നമ്മളെ നിർമ്മിച്ച ദൈവമാണ്, നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. അവൻ്റെ കയ്യിലെ കളിമണ്ണാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. നമ്മൾ ഇഷ്ടമുള്ളതുപോലെ മെനഞ്ഞ് ഹല്ലേലൂയ കളറ് രൂപവും തന്ന് ഈ രാജ്യത്ത് നമ്മളെ ആക്കിയെങ്കിൽ അവന് മുൻപാകെ മുഴുവൻ കാലം അടക്കി അവനെ ആരാധിപ്പാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. എന്നറിയാമോ എന്തുകൊണ്ട് അവനെ ആരാധിക്കണം? 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, വായിച്ചേ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബിയലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഈ വചനം കേട്ടിട്ട് നമ്മുടെ ഹൃദയം കഠിനമാക്കൽ. ഇസ്രായേൽ മക്കൾ എന്നറിയാമോ, ദൈവത്തിൻ്റെ വചനം കേട്ടു. മോശ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അവർക്ക് കൽപ്പന കൊടുത്തു, പ്രമാണങ്ങളെ കൊടുത്തു. എങ്കിലും അവരുടെ ഹൃദയം എന്തറിയാമോ, കഠിനപ്പെട്ടു പോകുവാനിടയായി. ഇന്ന് പൽക്കാലം വചനം കേൾക്കുമ്പോൾ കഠിനപ്പെട്ടു പോകുവാനല്ല, നമ്മുടെ ഹൃദയം മെഴുകുപോലെ ഉരുകുവാനിടയായി തീരണം ദൈവത്തിൻ്റെ മുൻപാകെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തറിയാമോ, ദൈവം അവരെ 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറയുവാനിടയായി. ദൈവത്തിൻ്റെ വഴികൾക്ക് വേണ്ടി അവരെ വിളിച്ച് ഇറക്കി, അതിലൂടെ അവരെ നടത്തിയതാണ്. എന്നാൽ എന്നറിയാമോ, അവർക്ക് ദൈവം മന്ന തക്ക സമയത്ത് കൊടുത്തു. പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കാടപ്പക്ഷിയെ കൊടുക്കുവാനിടയായി. ഒന്നിനും കുറവില്ലായിരുന്നു. എന്നാൽ അവിടെ വായിന്ന് പിറുവിറുപ്പ് കടന്നു വരുവാനിടയായി. ദൈവം ഈ നന്മ അനുഗ്രഹങ്ങളൊക്കെ തരുമ്പോൾ ദൈവത്തിൽ പിറുവിറുക്കുവാനല്ല, അവൻ്റെ സന്നിധിയിൽ വീണ് അവനെ ആരാധിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ദൈവമായ കർത്താവ് ഈ വചനങ്ങളായി സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചില്ല ആരാധിച്ചെങ്കിൽ എന്ത് വായിക്കും? അവസാനത്തെ വാക്കിൽ വായിക്കുന്നത്, ആകിയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്യുവാനിടയായി. നമുക്കാർക്ക് നിത്യത നഷ്ടപ്പെടുവാനിടയാകരുത്. ഒറ്റ ലക്ഷ്യമായിരിക്കണം. ഓടിയത് അധ്വാനിച്ചത് 40 വർഷക്കാലം ഇസ്രായേൽ മക്കൾ അധ്വാനിച്ചിട്ട് അവർക്ക് അസ്വസ്ഥത ലഭിക്കുവാനിടയായി തീർന്നില്ല. നമ്മുടെ ആരുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടാതെ നിത്യരാജ്യത്തിൽ യുഗായുഗം ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ആ പ്രത്യാശ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തുടർന്നുള്ള സമയം നമുക്ക്